നമസ്കാരം, ഞാൻ വിപിൻ ജോർജ്. എൻ്റെ സിനിമ ഇന്ന് തിരുമാലി റിലീസായി. ഞാൻ രാവിലെ സരിത തിയേറ്ററിലാണ് പടം കണ്ടത്. അപ്പോൾ ഞാനവിടെ പറഞ്ഞു, പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്, കണ്ടവരാണ് അഭിപ്രായം പറയേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾക്ക് കാരണം പബ്ലിസിറ്റികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ദൈവാനുഗ്രഹത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി വന്നിട്ടുണ്ട്. നാളത്തേക്ക് അത്യാവശ്യം ടിക്കറ്റും തിയേറ്ററൊക്കെ ചെറിയ ചെറിയ ബുക്കിംഗ് ആയി തുടങ്ങി, ഒന്ന് അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ പടം ഒന്ന് കാണാനുള്ള ശ്രമം നടത്തുക. ഞങ്ങൾക്കറിയാം ഒരുപാട് പ്രതിസന്ധി നിൽക്കുകയാണ്, കൊറോണയുണ്ട്, തിയേറ്ററുകൾ അടച്ചിടുന്നുണ്ട്, ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ പറ്റുന്ന എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് നല്ല രീതിയിൽ സിനിമ കാണാൻ വരിക. ഈ സിനിമ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ. താങ്ക് യു. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമയുടെ ലൊക്കേഷനിലേക്കൊക്കെ എത്തിപ്പെട്ടത്? ലൊക്കേഷനിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ എന്താണ് പറയുന്നത്, നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഇത് ഷൂട്ടും. അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ നേരിട്ട പ്രതിസന്ധി. പിന്നെ ഈ പറയുന്ന ജംഷൻ, ലുക്ല എയർപോർട്ട്, ആ സ്ഥലമൊക്കെ, ലുക്ല എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ടൊക്കെയാണ്. അവിടെയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പ്ലെയിനിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെയായിരുന്നു. പിന്നെ ജംസം എന്ന് പറയുന്ന സ്ഥലത്ത് പോയത് 14 മണിക്കൂർ ഓഫ് റോഡ് വണ്ടി ഓടിച്ചാണ്. അപ്പോൾ റൈറ്റ് സൈഡ് കൊക്ക, ഇപ്പുറത്ത് മല, അങ്ങനെ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ഞാനല്ല ഓടിച്ചത്, വേറെ ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഭയങ്കര മരണത്തെ മുഖാമുഖം കണ്ട ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പ്രേക്ഷകൻ പറഞ്ഞിട്ട് പ്രേക്ഷകന് പ്രത്യേകിച്ച് കാര്യം ഇതൊന്നുമില്ല. പ്രേക്ഷകന് നല്ലൊരു സിനിമ കൊടുക്കുക എന്നുള്ളതാണെന്നുള്ളതിൻ്റെ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും സിനിമ കാണണം. കണ്ടിട്ട് 2 വരി നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടണം. കാരണം മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഈ സിനിമ നിലനിൽക്കും. ഓക്കെ. എനിക്ക് പാടെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും റെസ്പോൺസാണ്. അതുമല്ല ഒരു നല്ലൊരു ഇത് നാളത്തേക്ക് അടിപൊളി, സൂപ്പർ, അടിപൊളി, സൂപ്പറാണ്, നല്ല കോമഡി ഉണ്ട്, അടിപൊളി. പടം നല്ലായിരുന്നു. എല്ലാരും കണ്ടില്ലേ? ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും വലുത്. പ്രേക്ഷകരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പ്രേക്ഷകരുടെ കൂടെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ശരി. സൂപ്പർ, അടിപൊളി, അടിപൊളി പടം, നല്ല പടം, സൂപ്പർ പടം, നല്ല പടമായിരുന്നു, അടിപൊളി. ആദ്യത്തെ നന്നായിരുന്നു, ആദ്യത്തെ ലക്ഷണം. സൂപ്പർ മൂവി ആയിരുന്നു, നല്ല കളർഫുൾ മൂവി. നല്ലൊരു പടം, നല്ല ആവറേജാണ്. ഗംഭീരമായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിബിയൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. അടിപൊളിയാ പടമായിരുന്നു, നല്ലതായിരുന്നു, സൂപ്പറാണ്, സൂപ്പറായിരുന്നു, സൂപ്പർ, സൂപ്പറായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല പടം, അടിപൊളി, അടിപൊളി, നല്ലതായിരുന്നു, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ തിരുമല റിലീസ് ചെയ്ത് എല്ലാവരും പടം കാണാം, അഭിപ്രായം പറയട്ടെ. ഓക്കെ. അടുത്തൊക്കെ തുറക്കുകയും ഇനി അടയ്ക്കാനുള്ളതൊന്നും അടയ്ക്കാതിരിക്കുകയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. ഒരു അനുകൂല സാഹചര്യം ഈ സിനിമയ്ക്ക് സൃഷ്ടിച്ചാൽ തീർച്ചയായിട്ടും ഈ പടം ശ്രദ്ധിക്കപ്പെടും. കാരണം അതുപോലെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മീഡിയ താങ്ക്സ്.
കാരണം ബിപിൻ ജോർജും ധർമ്മജനും ഞാനും ബിപിൻ നായകനാണെങ്കിലും ഞങ്ങളും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട സിനിമയാണ്. എന്നാലും ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ ആൾക്കാർക്ക്? അപ്പോൾ തിരുമാലിയുടെ സക്സസ് സെലിബ്രേഷനാണ്. ഞങ്ങൾ വനിതാ തിയേറ്ററിലാണ്. അപ്പോൾ എല്ലാവരും പടം കാണാൻ അഭിപ്രായം പറയാൻ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. സോ എല്ലാവരും പടം കണ്ടിട്ട് കാണാത്തവർ പോയി കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യണേ എല്ലാവരും പിടിച്ചോ. ഒന്ന് ക്ലാപ്പ് ചെയ്യൂ. ഓളം ഇല്ലാത്ത വല്ലാത്ത അവസ്ഥയാണ്. നല്ല പടങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തിയേറ്ററുകളൊക്കെ അടയ്ക്കുന്നത്. കഞ്ചേലുകൾ അടച്ചു. സിനിമ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ തിയേറ്ററിൽ പോയാൽ കൊറോണ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓടുന്ന സിനിമകളെ കൂടുതൽ അടച്ചിനെയും ഇല്ലാതാക്കരുത്. അത്യാവശ്യം അതുപോലെ പ്രശ്നമാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ മാക്സിമം സിനിമയുടെ അവസ്ഥയും കൂടെ നോക്കണം ഇതിൻ്റെ അധികൃതർ എന്നാണ് എനിക്കൊരു സിനിമാ പ്രവർത്തനം എന്നുള്ളതിൽ പറയാനുള്ളത്. ഇനി ഒരുപാട് സ്റ്റേഷനുകൾ അടച്ച് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ പിന്നെ വേറെ ഉണ്ട്, ജീവിതത്തിലും വരെ നല്ല സ്വപ്നങ്ങൾ, എന്നാലും ഒന്ന് നോക്കണം കേട്ടോ. എൻ്റെ മോളാണ് ഓക്കെ, കഴിച്ചോ. അപ്പോൾ താങ്ക് യു. ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ നാളത്തെ ക്യാപ്ഷൻ എന്താ പറയാമോ? അപ്പോൾ ചേട്ടാ എന്താ പറയാനുള്ളത് മൂവിനെ പറ്റി? ഒന്നുമില്ല, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അധികം എന്താ പറയുക പ്രൊമോഷനൊന്നും ഇല്ലാതെ ഇറങ്ങിയ സിനിമയാണ്. ആ തിയേറ്റർ അടച്ചതിൻ്റെ സങ്കടം മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ. അതാണ് ഒരു പ്രയാസം. പക്ഷേ അല്ല, അത് മാത്രമല്ല ഞാനീ പറഞ്ഞത്, നമ്മുടെ സിനിമ അങ്ങനെ ഒരുപാട് വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പലർക്കും സിനിമയെ പറ്റി അറിഞ്ഞുകൂടാ. പക്ഷെ അറിഞ്ഞവർ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അത് കേട്ട് നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ വരണം. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് സിനിമ കാണണം. ഇപ്പം അടിയിൽ താഴത്ത് സ്ക്രോളിൽ എടാ നീ മാസ്ക് വെച്ചിട്ടില്ലല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വെച്ചു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ശരി, ഞാനും വെക്കുവാണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ നന്ദി പറയാനുള്ളത് നിങ്ങൾ ഓൺലൈൻ ടീമുകളോടാണ് കേട്ടോ. വളരെ നല്ല, എനിക്ക് ഒരു പടത്തിലും തരാത്ത രീതിയിലുള്ള അത്രയും നല്ല രീതിയിലുള്ള സഹകരണം നിങ്ങൾ തരുന്നുണ്ട്. അത് എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. താങ്ക് യു. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബൈ. എന്തിനാ കുറ്റം പറയണേ? നീ നിൽക്കണവാ. ശരിടാ, അപ്പോൾ എന്ത് വേണമെങ്കിലും ഇടാം.
കൂടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രോട്ടോക്കോളും ഇത് ചേട്ടൻ തട്ടി വീഴുന്നത് അത് ആദ്യം കിട്ടിയത് ഞാൻ വന്നിട്ടെന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എവിടെ പോയാലും മാസ്കും സാനിറ്റൈസ് ഒക്കെ ചെയ്യുക, റെസ്റ്റും എടുക്കുക. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. താങ്ക് യു. മൂവിയുടെ പ്രൊമോഷനൊക്കെ കാണാം. ഓക്കെ, അജ്മലെ എൻ്റെ ഒന്ന് സെൻഡ് ചെയ്യണം, ഒന്ന് ബ്ലാക്ക് എടുത്തല്ലേ. ശരി, അപ്പോൾ ബൈ ബൈ. കാർ റോഡ് വരെ വിടണം.